الله الرحمن الرحيم الحمد لله رب العالمين صلى الله على نبينا محمد وعلى آله وصحبه أجمعين. നമ്മൾ സൂറത്തു ഇബ്രാഹിമിലെ 36 ആയത്തുകളാണ് വായിച്ചത്. ഏകദേശം അതിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. 35, 36 വചനങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളെ കുറിച്ചാണ്. ഇനി അതിന്റെ തുടർച്ച തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി സറഇൻ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു, തീർച്ചയായും ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. അസ്കൻതു, ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. മിൻ ദുരിയത്തി, എൻ്റെ സന്താനങ്ങളെ. മിൻ ദുരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ നിന്നുള്ളവരെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ബിവാദി, താഴ്വരയിൽ. വൈരി ദീ സറഇൻ, കൃഷിയില്ലാത്ത. വൈരി ദീ സറഇൻ, കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ കൊണ്ടുവന്ന് എൻ്റെ സന്താനങ്ങളെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. എവിടെയാണത്? ഇന്ദ ബൈതിക്കൽ മുഹറം, പരിശുദ്ധമാക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട നിന്റെ ഗേഹത്തിന്റെ അരികെ, നിന്റെ വീടിന്റെ അരികെ. ഇന്ദ ബൈതിക, നിന്റെ വീടിന്റെ അരികെ. അൽ മുഹറം, പവിത്രമാക്കപ്പെട്ട. അപ്പൊ പവിത്രമാക്കപ്പെട്ട നിന്റെ വീടിന്റെ അരികിൽ എൻ്റെ സന്താനങ്ങളെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ലക്ഷ്യം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലിയുഖീമു, അവർ നിലനിർത്തുന്നതിന് വേണ്ടി, അസ്വലാത്ത, നമസ്കാരം. ലിയുഖീമു സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരായി തീരുന്നതിന് വേണ്ടി. ഫജ്അൽ അഫ്ഇദത്തൻ മിനന്നാസ്, ഫജ്അൽ, നീ ആക്കി തീർക്കണമേ. അഫ്ഇദത്തൻ, ഹൃദയങ്ങളെ. മിനന്നാസി, ജനഹൃദയങ്ങളെ നീ ആക്കി തീർക്കണമേ. തഹ്വി ഇലൈഹിം, അവരിലേക്ക് ആകർഷിക്കുന്നത്. തഹ്വി, ആകർഷിക്കുന്നത്, ചായുന്നത്. ഇലൈഹിം, അവരിലേക്ക്. വർസുഖുഹും, നീ അവർക്ക് വിഭവങ്ങൾ നൽകണം. മിന സമറാത്തി, കായ്ക്കനികളിൽ നിന്ന്. ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നവരായേക്കാൻ വേണ്ടി. ലഅല്ലഹും, അവർ ആയിത്തീർന്നേക്കാം. യഷ്കുറൂൻ, നന്ദി കാണിക്കുന്നവർ. ഇപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ ഒരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥനയിലുള്ളത്? ആദ്യം എടുത്തു പറഞ്ഞത് തന്റെ സന്താനങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞത്. ഒന്നാമത്തെ പ്രത്യേകത എന്താ? വൈദ്യുതി അറിയുന്ന കൃഷിയൊന്നുമില്ല. അപ്പൊ കൃഷികളൊന്നും ഇല്ലാത്തയിടത്താണ് ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇന്ദ ബൈതിക്കൽ മുഹറം, പവിത്രമാക്കപ്പെട്ട നിന്റെ ഗേഹത്തിന്റെ അടുക്കലാണ്, നിന്റെ വീടിന്റെ അടുക്കലാണ്, അഥവാ മസ്ജിദുൽ ഹറമിന്റെ അടുക്കലാണ്. എന്തിന്? അപ്പൊ കൃഷിയില്ല, പക്ഷെ അവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണ്? നിന്റെ പരിശുദ്ധ ഭവനത്തിന്റെ അടുക്കലാണ്, മക്കയിലാണ്. എന്തിന്? ലിയുഖീമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരാവാൻ വേണ്ടി. ലിയുഖീമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരാവാൻ വേണ്ടി. അപ്പൊ സന്താനങ്ങളെ കൊണ്ടുപോയി താമസിപ്പിച്ചത് കൃഷിയൊന്നുമില്ലാത്ത നാട്ടിലാണ്. അപ്പൊ കൃഷിയില്ലാത്ത നാട്ടിൽ താമസിപ്പിച്ചു, പക്ഷെ പരിശുദ്ധ ഭവനത്തിന്റെ അടുക്കലാണ്. എന്താ ലക്ഷ്യം? അവര് നമസ്കാരം നിലനിർത്തുന്നവരാവണം. അപ്പൊ ആലോചിക്കട്ടെ, അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവാറുണ്ടോ? വീടൊക്കെ എടുക്കുമ്പോൾ പള്ളിക്കും കൂടി പോകാൻ സൗകര്യമില്ലോടത്താവണം എന്ന് ചിന്തിക്കലുണ്ടോ?
കാരണം പള്ളിന്റെ അടുത്തായാൽ ആൾക്കാർ നിസ്കരിക്കാനൊക്കെ പോകാം, ജമാഅത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളുടെ ജീവിതത്തിലുണ്ടോ? അതല്ല, വഴി വേണം, നല്ല സൈറ്റുള്ള സ്ഥലമാവണം, അല്ലെ? ആര് കണ്ടാലും ഇതാരുടെ വീട് നിന്ന് ചോദിക്കണം, ഇതൊക്കെ നമ്മളെ ചിന്തയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനപ്പുറം നിന്റെ പള്ളിയുടെ അടുക്കല്, അവിടെ മസ്ജിദുൽ ഹറമിന്റെ അടുക്കലാണ്, പക്ഷെ ലക്ഷ്യം പറഞ്ഞത് എന്തിനാണ്? അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി എന്ന്. അപ്പൊ സന്താനങ്ങൾക്ക് വീടെടുത്ത് അല്ലെങ്കിൽ അവരെ താമസിപ്പിച്ചപ്പോൾ പോലും ഇബ്രാഹിം അലൈഹിസ്സലാം ചിന്തിച്ചത് എന്താണ്? അവർ മുറപ്രകാരം നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. അതിന് യോജിച്ചൊരു സ്ഥലത്താണ് ഞാൻ അവരെ താമസിപ്പിച്ചത്. ഭൗതികമായിട്ടുള്ളതൊന്നുമില്ല, വൈദ്യുതി കൃഷിയില്ല, പക്ഷെ ഉള്ള മെച്ചെന്താണ്? നിന്റെ വീടിന്റെ അടുക്കലാണ്, അതുകൊണ്ട് അവർ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. അപ്പൊ ആ ഒരു ചിന്ത എടുത്ത് നോക്കി. ഇബ്രാഹിം മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മാർഗത്തെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വീകരിച്ചൊരു മാർഗമാണത്. നമ്മളുടെ തലമുറകൾ നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. അതിന് ഒരു ഗേഹത്തിന്റെ അടുക്കൽ, പള്ളിയുടെ അടുക്കൽ വരെ താമസിപ്പിച്ചു. അപ്പോ പള്ളിന്റെ അടുക്കൽ താമസിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ സന്താനങ്ങൾ നമസ്കാരം നിലനിർത്തുന്നവരാവണം എന്ന ബോധത്തോടു കൂടി അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. നമ്മൾ ആലോചിക്കട്ടെ, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാറുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമസ്കാരത്തിന് അത്ര ഒരു പ്രാധാന്യം ഇല്ല. അപ്പൊ 7 വയസ്സായാൽ നമസ്കാരത്തിന് എന്ത് ചെയ്യണം? ശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടിക്കണം. അങ്ങനെ നമസ്കരിക്കാത്തതിന് അടിക്കലുണ്ടോ? അതൊന്നും ഇപ്പത്തെ സൈക്കോളജി അല്ലാന്നാ പറയാ, അല്ലെ? അടിക്കാന്നൊന്നും പറഞ്ഞാലൊക്കെ ഫ്രണ്ട്ലി ആയിരിക്കണം. മതി, ഫ്രണ്ട്ലി ആയിട്ട് അവനെ ഉപദേശിച്ച് മാറ്റിയെടുത്താൽ മതി, അതിന് കുഴപ്പമില്ല. അപ്പൊ ഭക്ഷണം കഴിക്കാത്തതിന് ചിലപ്പോൾ അടിച്ചിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കാതെ, രാത്രി ഭക്ഷണം കഴിക്കാതെ ഉമ്മയായിട്ട് എന്തെങ്കിലും തെറ്റി കിടന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വാപ്പ എന്നിപ്പോ ഉമ്മ പറഞ്ഞു, അപ്പൊ വാപ്പാനോട് നീച്ച് ഭക്ഷണം കഴിക്കടാ, അല്ലേ? എടി നമ്മള് പഴയ ഭാഷ ഉണ്ടോ, രാത്രി ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇറച്ചി എന്ത് ചെയ്യും? കുറഞ്ഞു, അല്ലെ? സംഗതി ശരിയാണ്, വെയിറ്റ് പറയും. രാത്രി ഭക്ഷണം കഴിക്കാതിരുന്ന വെയിറ്റ് കുറക്കാൻ ഉദ്ദേശിക്കുന്നവർ രാത്രി ഭക്ഷണം ഉപേക്ഷിച്ചാൽ മതി. അപ്പൊ ഭക്ഷണം കഴിക്കാത്തതിന് നമ്മൾ ശാസിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമസ്കാരം മുറപ്രകാരം നിലനിർത്താത്തതിന് നമ്മൾ അവരെ ശാസിച്ചിട്ടുണ്ടോ? അവരെ ആ രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ടോ? അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്ത നമസ്കാരം നിലനിർത്തുന്നതിനാണ് ഇന്ത ബൈത്തിക്കൽ മുഹറം. അവിടെ വേറെ ഭൗതികമായിട്ടുള്ള ഒന്നും ഇല്ലെങ്കിലും ഞാൻ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമസ്കാരത്തിന്റെ കാര്യം ശരിയായ ബാക്കിയൊക്കെ ശരിയാവുന്ന ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ നമസ്കാരം വളരെ കൃത്യനിഷ്ഠയോടുകൂടി മനസാന്നിധ്യത്തോടു കൂടി നിർവഹിക്കുന്നതാണെങ്കിൽ അയാളുടെ ജീവിതം തന്നെ ബാക്കിയുള്ള മേഖലകളൊക്കെ ശരിയാവുന്ന. കാരണം ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ. കൃത്യമായ നമസ്കാരം ആ നമസ്കാരക്കാരന് തിന്മകളിൽ നിന്ന്, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തടയുന്നു. അപ്പൊ ജീവിതം തന്നെ അതിലൂടെ മാറ്റിമറിക്കപ്പെടുന്ന നമസ്കാരം ശരിയായത്. അപ്പൊ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കൃഷിയൊന്നുമില്ല, അതുകൊണ്ട് എന്ത് വേണം? ജനങ്ങളുടെ ഹൃദയങ്ങളെ നീ ആക്കി തീർക്കണം. തഹ്വീലൈഹിം, ഇവരിലേക്ക് ആകർഷിക്കുന്നത്, ഇവരിലേക്ക് ചായുന്നത്. തഹ്വീ ഇലൈഹിം, ആരിലേക്ക്? എന്റെ സന്താന പരമ്പരകളെ താമസിപ്പിച്ചിട്ടുള്ള ഈ ഗേഹത്തിലേക്ക്, ഈ നാട്ടിലേക്ക് ജനഹൃദയങ്ങളെ നീ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആകർഷിപ്പിക്കേണ്ടതുണ്ട്. ആലോചിച്ചോക്കാ പ്രാർത്ഥന. അപ്പൊ വരും തലമുറക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ആ നാടിന് വേണ്ടിയാണ്. വേറെ പ്രാർത്ഥന കാണാം സൂറത്ത് ബഖറയില്, ബലദൻ ആമീനൻ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥന. നാട്ടിൽ നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിൽ നിർഭയത്വം കിട്ടാൻ വേണ്ടിയിട്ട്.
നമ്മളെ നാട്ടിൽ നിർബന്ധമുണ്ടെങ്കിലല്ലേ നമുക്ക് സൗകര്യപൂർവ്വം നമ്മളുടെ താഴ്വത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഒരു നാട്ടില് പിന്നെ നിർഭയത്വം ഇല്ലെങ്കിൽ പിന്നെ ആ നാട്ടുകാർക്ക് എന്തുണ്ടാവില്ല, യാതൊരു സുഖവും ഉണ്ടാവില്ല. അപ്പം അവിടെ ഇപ്പൊ അലഹബാദ് ഹൈക്കോടതിന്റെ ഒരു വിധി വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അവിടെ ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ സ്ഥലത്ത് നമസ്കാരമൊക്കെ നിർവഹിച്ചപ്പോൾ അതിനെ ഗവൺമെന്റ് വിലക്കി. ഗവൺമെന്റ് വിലക്കിയപ്പോൾ ഇയാള് കോടതിയിൽ പോയി. എന്റെ സ്വകാര്യ സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് കോടതി പോയപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ സ്വകാര്യ സ്ഥലത്ത് അയാള് പിന്നെ ആരാധന നിർവഹിക്കുന്നതിനെ തടയാൻ പറ്റൂല എന്നാ പറഞ്ഞിട്ടുള്ളത്. വളരെ ആശാവഹമായിട്ടുള്ള ഒരു വിധിയാണ്. പക്ഷെ ഹർജി പോയത് ആലോചിച്ച് നോക്കണം. എന്താ ഗവൺമെന്റ് എന്തിനാ തടഞ്ഞ്? എന്റെ വരി വെച്ച് ഞാൻ കെച്ചാൻ പറ്റൂല, അവിടെ 10 ആളെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഞാൻ നമസ്കാരം നിർവഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അപ്പൊ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ അതൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതല്ലേ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള നിർഭയത്വം, അതില് ആ സ്വാതന്ത്ര്യം, അതിൽ പ്രധാനപ്പെട്ടതാണല്ലോ നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ആദർശം, നമ്മളുടെ ആരാധനകള്, ഇതൊക്കെ നിലനിർത്താൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവർ നമസ്കാരം നിലനിർത്തുന്നവരാവണം. പോരാ, ജനങ്ങളുടെ മനസ്സ് അങ്ങോട്ട് ആകർഷിക്കണം. ജനങ്ങൾ ഇവരെ വെറുക്കാൻ പാടില്ല. ആ നാട്ടുകാരെ ജനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വെറുക്കാൻ പാടില്ല. ജനങ്ങളുടെ മനസ്സിനെ നീ എന്ത് ചെയ്യേണ്ടതുണ്ട്? അങ്ങോട്ട് ആകർഷിപ്പിക്കേണ്ടതുണ്ട്. പോരാ, വർസുഖുഹും, നീ അവർക്ക് വിഭവം നൽകണം. അപ്പൊ അവിടെ ഒന്നുമില്ല, പൊട്ടപ്പാറയാണ്, കൃഷിയൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നീ അവർക്ക് റിസ്ക് നൽകണം. മിന സമറാത്ത്, കായ്ക്കനികളിൽ നിന്ന് റിസ്ക് നൽകണം. എന്തിനാണ്? ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നവരായി തീർന്നേക്കാൻ വേണ്ടി. അപ്പൊ നീ കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു സമൂഹമായിട്ട് എന്റെ തലമുറയെ നീ മാറ്റിയെടുക്കണമേ. അവർക്ക് വിഭവങ്ങളൊക്കെ നീ നൽകണം. അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി നിന്റെ വീടിന്റെ അടുക്കൽ ഞാൻ കൊണ്ടുപോയി അവരെ താമസിപ്പിച്ചു. അപ്പൊ കുട്ടികളെ കൊണ്ടുപോയി താമസിപ്പിച്ചപ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയിട്ടുള്ള പ്രാർത്ഥനയാണത്. നമ്മൾ നമ്മളുടെ അടുത്ത തലമുറയെ കുറിച്ച് ഈ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഭൗതികമായി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അല്ലെ? ഒരു കാലത്ത് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ IAS, IFS, IPS അല്ലെ, അങ്ങനെയാണ് പോയ എഞ്ചിൻ ഡ്രൈവർ, പൈലറ്റ് അല്ലെ, അങ്ങനെ പലതും നമ്മളുടെ ചിന്തയിലുണ്ട്. അവൻ ഇന്നതായി തീരണം എന്നുള്ള ചിന്തകളുണ്ട്. അതാവാൻ കുഴപ്പമില്ല, അതിനുവേണ്ടി പ്രവർത്തിക്കും ചെയ്യാം. പക്ഷെ അതോടൊപ്പം എത്ര ഉന്നതങ്ങളിൽ എത്തിയാലും നമസ്കാരം നിലനിർത്തുന്നവനാവാനും അവൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടറാവാൻ അല്ല, നമസ്കാരം നിലനിർത്തുന്നവനാവണം അല്ല, അവൻ ദീനനുസരിച്ച് ജീവിക്കുന്നവനാവണം. അപ്പൊ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ആ രീതിയിൽ ജീവിക്കുമ്പോഴേ തഹ്വി ഇലൈഹി ജനങ്ങളുടെ മനസ്സ് അങ്ങോട്ട് ആകർഷിക്കുന്നതാവണം. ആകർഷിക്കണമെങ്കിൽ എന്ത് വേണം? ദീനനുസരിച്ച് ജീവിക്കുന്നവരാവണം. നേരെ മറിച്ച് തല്ലിപ്പൊടി സാധനങ്ങളാണെങ്കിൽ അല്ല ജനങ്ങളുടെ മനസ്സെന്ത് ചെയ്യൂല, അങ്ങോട്ട് വരൂല. മറിച്ച് സത്യസന്ധനാണ്, നല്ല കാഴ്ചപ്പാടുള്ളവരാണ് അവര്, നല്ല വിശ്വസ്തരാണ് അല്ലെ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് അവർ. അപ്പൊ ആ രീതിയിലാണ് അവരുടെ ജീവിതമെങ്കിൽ ജനങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവരുടെ മനസ്സിനെ അങ്ങോട്ട് ആകർഷിക്കും. ഓനോട് നമുക്ക് കാര്യം പറയാം, ഓൻ്റെ അടുത്ത് പോയി നമുക്ക് വാങ്ങാം. കാരണം ഓൻ ചതിക്കൂല, വഞ്ചിക്കൂല, ഓൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും. ചിലപ്പോൾ കൂട്ടത്ത് പറഞ്ഞപ്പോ 10 രൂപ അധികം കൊടുക്കേണ്ടി വന്നാലും ഓൻ ചെയ്യൂല, വഞ്ചിക്കൂല, പെടൂല, നമ്മളവിടെ പോയിട്ട് അറിയാം. അപ്പൊ ജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന സത്യസന്ധമായ ജീവിതം നയിക്കുന്നവരിലേക്കാണ് ജനങ്ങൾ എന്ത് ചെയ്യാം? ആകർഷിക്കപ്പെടുക. അപ്പൊ നമ്മളെ സമൂഹം വളർന്നു വരുന്ന തലമുറ ആ രീതിയിലായിരിക്കണം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ നേരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സംരക്ഷണം നൽകിയതാരാ? മുസ്ലിമാണോ മുശ്രിക്കാണോ? മുശ്രിക്കാണ്. എന്തേ കാരണം പറഞ്ഞേ? അബൂബക്കറിനെ പുറത്തോടെ എന്ത് ചെയ്യാൻ പറ്റൂല, നാട്ടിൽ നിന്ന് പോകാൻ പറ്റൂല.
അബൂബക്കറെ നിന്നെപ്പോലുള്ള ഒരു നാട്ടിൽ നിന്ന് പോകാൻ പറ്റൂല, ഈ നാട്ടിന് ആവശ്യക്കാരനാണ്, ആർക്ക് ഞാൻ അഭയം നൽകിയിട്ടുണ്ട്. എന്നിട്ട് മുഷിരിക്കായ ഇദ്ദേഹം പോയിട്ട് കഅബയുടെ തണലിൽ വിഷമിക്കുന്ന മുഷിരിക്കുകളോട് പറഞ്ഞു, അബൂബക്കറിന് ഞാൻ അഭയം നൽകിയിട്ടുണ്ട്, ഇപ്പൊ എന്റെ കഫാലത്തിലാണ് ഞാൻ അബൂബക്കറിനൊന്നും ചെയ്യാൻ പാടില്ല, ഓരോ ആരാധനകളൊക്കെ നടത്തിയോ അവിടെ ജീവിക്കട്ടെ, ഓരോ ഈ നാട്ടിന് ആവശ്യക്കാരനാ. നമ്മളെ പറ്റി അങ്ങനെ പറയും. ആ മുസ്തറാഹും ആ മുസ്തരീഹും എന്നൊരു ചോദ്യമുണ്ട്. പ്രവാചകൻ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുകൊണ്ട് കണ്ടപ്പോൾ ആ മുസ്തറാഹും ആ മുസ്തരീഹ് എന്താ, ഓൻ ജനങ്ങൾക്ക് വിശ്രമം നൽകിയിട്ട് പോവുകയാണോ അതല്ല ഓൻ വിശ്രമിക്കാൻ പോവുകയാണോ? അതെ, മരിച്ച ആള് മരിച്ചിട്ടുണ്ട്, ഓൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഓൻ ജനങ്ങൾക്ക് വിശ്രമം നൽകിയിട്ട് പോവുകയാണോ അതല്ല ഓൻ വിശ്രമിക്കാൻ പോവുകയാണോ? അതായത് നാട്ടിലൊരു കുത്തറാണെങ്കിൽ ഓന്റെ മരണത്തിൽ നാട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ടാവും? കഴിച്ചിലായി നാട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഓനെ കൊണ്ടുള്ള ഉലുമ്പ് ചില്ലറ രീതി. അതാണ് ഓന് ജനങ്ങൾക്ക് വിശ്രമം നൽകിയിട്ട് പോവുകയാണോ? അതല്ല ഓൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് ഇവിടുന്ന് വിശ്രമിക്കാൻ വേണ്ടി അവർക്ക് പോവുകയാണോ? ഓന്റെ ജീവിതം അവൻ നന്മകളിൽ മുഴുകിയ ആളായിരുന്നു. അപ്പൊ ആ നന്മകളിൽ ഇങ്ങനെ മുഴുകി ഓടിച്ചാടി നടന്ന് ഇനി ഓന് ആ നന്മകളുടെ ഒക്കെ പ്രതിഫലം പറ്റാൻ വേണ്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടി പോവുകയാണോ? അപ്പൊ നമ്മളെ എതിര് വിടും. ചില നാട്ടിൽ എന്താ പറയും, അയാളുണ്ടെങ്കിൽ അതൊന്നും അവിടെ നടക്കൂല ഇനി അറിയും. കാരണം എന്താ, ഇപ്പൊ KV മൂസാ സുല്ലമിനെ കുറിച്ച് പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. KV ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല ഇനി. അതൊക്കെ KV എന്ത് ചെയ്തിട്ടുണ്ടാവും? സോൾവ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു നാട്ടിന് ആവശ്യമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ ചിലർ, ഞാനൊരിക്കൽ ഈ മൂർഖനാട് ഭാഗത്ത് പ്രോഗ്രാമിന് ചെന്നപ്പോ 2 കുട്ടികളെ ആക്സിഡന്റിന് മരിച്ചിട്ടുണ്ട്. അപ്പൊ പ്രോഗ്രാമില്ല. അപ്പൊ ഞാനൊരു കാലിച്ചാക്ക കുടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു ഒരു ഹോട്ടലിൽ കയറിയപ്പോ അവിടെ ഉണ്ട് തലക്കെട്ട് ഇട്ടിക്കാണ്ടുള്ള കാരണന്മാരും, കുറെ വർഷങ്ങൾക്ക് മുമ്പാ കാരണന്മാര് പറയുന്നുണ്ട്, ഓ നന്നായിട്ടോ, ഓരോ പടച്ചോ നേരത്തെ കൊണ്ടുപോയത് നന്നായി. ഈ 2 കുട്ടികളെ ചെറുപ്പക്കാരും ബൈക്കുമ്പോ പോയിട്ട് നേരെ ഇടിച്ചിട്ട് മരിച്ചതാണ്. എന്താണ് ഒരു പടപ്പം കുറച്ച് മുമ്പ് കാട്ടിക്കൂട്ടിയത്. അപ്പൊ ആ അങ്ങാടിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളോ ഒച്ചും പുളി ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബൈക്ക് എടുത്ത് പോകുന്നത്. ആ പോക്കാണ് ഒരു ആക്സിഡന്റിൽ മരിച്ചത്. അപ്പൊ കാരണന്മാര് പറയാം, നേരത്തെ കൊണ്ടുപോയത് നന്നായി, ഓരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ നാട് കുട്ടിച്ചോറാക്കി. അപ്പൊ ആലോചിച്ചോട്ടെ. അപ്പൊ അതെന്താ നാട്ടുകാരുടെ അഭിപ്രായം? അപ്പൊ അവിടെയാണ് ജനങ്ങളുടെ മനസ്സ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? അവര് അവിടെ സത്യസന്ധമായിരിക്കണം, നമ്മളുടെ നിലപാടുകൾ നന്നായിരിക്കണം, വഞ്ചനിച്ചതിയൊന്നും പാടില്ല, നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം. അപ്പോൾ എൻ്റെ സന്താന പരമ്പരയുടെ മനസ്സിൽ ആ താമസ സ്ഥലത്തേക്ക് ജനങ്ങൾ ആകർഷിക്കണം. അവർക്ക് ഇങ്ങോട്ട് എല്ലാ വിഭവങ്ങളും കൊടുക്കണം. എന്തിന്? അവർ നന്ദി കാണിക്കാൻ വേണ്ടി. അപ്പൊ നന്ദി കാണിക്കണമെങ്കിൽ നമ്മൾ നന്ദി കാണിക്കലുണ്ടോ? നന്ദി കാണിക്കാൻ പ്രേരണ നൽകണമെന്നുള്ള പ്രാർത്ഥന ഉണ്ട് ഖുർആനിൽ. ഒരു ദിവസം നിത്യവും ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. എവിടെയാണ് പ്രാർത്ഥന? പറഞ്ഞാടി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞെന്നാ. ഏതാണ് സൂറത്ത്? ആയത്ത് നമ്പർ എത്രയാണ് ആ പ്രാർത്ഥന? പറഞ്ഞോളി, ആരെങ്കിലൊക്കെ പറഞ്ഞോളി. അഹ്കാഫില് ആയത്ത് നമ്പർ 15. അതിന്റെ പകുതി. എങ്ങനെ തുടങ്ങണ പ്രാർത്ഥന? ഓള് പറയും, ഓള് അഭിനന്ദ റബ്ബി ഔസിഅ്നി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു അസ്ലിഹ് ലി ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക ഇന്നി മിനൽ മുസ്ലിമീൻ. അവിടെ 3 പ്രാർത്ഥന ഉണ്ട്, ഒരു പ്രഖ്യാപനമുണ്ട്. ഈ 3 പ്രാർത്ഥനയും പ്രഖ്യാപനവും അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടായാൽ ഒരു സ്വർഗം കിട്ടുന്നതാണ്. അതിന്റെ തൊട്ടടുത്ത ആയത്ത് വായിച്ചു നോക്കിയാൽ അറിയാം. ഈ 3 പ്രാർത്ഥന അതിനനുസരിച്ചുള്ള പ്രവർത്തനം ജീവിതത്തിൽ ഉണ്ടായാലും ഒരു സ്വർഗം ഉറപ്പാണ്. ഉലായിക്കല്ല, അടുത്ത ആയത്തതാണ്, ഉലായിക്കല്ലദീന നതഖബ്ബല അൻഹും അഹ്സന മാ അമിലു വനതജാവസു അൻ സയ്യിആതിഹിം അസ്ഹാബുൽ ജന്ന വഅദ സദ്ഖില്ലദീ കാനൂ യുഅദ്. അവരുടെ നന്മകളൊക്കെ അല്ലാഹു സ്വീകരിക്കും, പോരായ്മകളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. ഒരു സ്വർഗാവകാശികളാണ്. അത് അവർക്ക് സത്യസന്ധമായിട്ടുള്ള വാഗ്ദത്താണ്. ഏതാ 3 പ്രാർത്ഥന? ഒന്ന്, പടച്ചവനെ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള പ്രേരണ നൽകണമെന്നാണ്.
റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദി. ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന വഅൻ അഅമല സ്വാലിഹൻ തർളാഹു, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം ചെയ്യാനുള്ള പ്രേരണ നൽകണം. എന്റെ ടീം, എന്റെ പാർട്ടി, എന്റെ ഗ്രൂപ്പ്, എന്റെ കക്ഷി, എന്റെ കുടുംബം ഒന്നും ഇഷ്ടപ്പെട്ടാൽ പോരാ, എന്റെ മക്കൾ ഇഷ്ടപ്പെട്ട പോരാ, അള്ളാഹ് ഇഷ്ടപ്പെടണം. ലൈക്ക് ഇട്ടേണ്ടത് അള്ളാന്റെതാണ്. എത്ര ലൈക്ക്, പക്ഷെ അള്ളാന്റെ ലൈക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോയി. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല പ്രവർത്തനായാൽ പോരാത്. നമ്മള് വിചാരിക്കും നല്ലതല്ലേ, നല്ല പ്രവർത്തനായാൽ പോരാ. ആ നല്ല പ്രവർത്തനം അള്ളാഹു ഇഷ്ടപ്പെടണം. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന നല്ല പ്രവർത്തനം ചെയ്യാനുള്ള പ്രേരണ നൽകണമേ. ഇതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന അസ്ലിഹ് ലീ ഫീ ദുരിയത്തിന, എന്റെ സന്താനങ്ങളിൽ നിന്ന് നീ എനിക്ക് നന്മ നൽകണമേ. എന്റെ സന്താനങ്ങളിൽ നിന്ന് നീ എനിക്ക് നന്മ നൽകണമേ. ദുനിയാവിലുള്ള നന്മ മാത്രമല്ല, എനിക്ക് ബർസഖിലേക്കും അവന്റെ പ്രാർത്ഥന എനിക്ക് കിട്ടണം. വലതും സ്വാലിഹും യദുഉ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം വേണം. അതാണ് ഏറ്റവും വലിയ നന്മ. ദുനിയാവിൽ വേണം അല്ലെ, അവന്റെ നന്മ വേണം. ആണാവട്ടെ പെണ്ണാവട്ടെ പോരാ, വലതും സ്വാലിഹും യദുഉ. ഈ മൂന്ന് പ്രാർത്ഥന. പിന്നെ ഒരു പ്രഖ്യാപനമാണ് ഇതിലുള്ളത്. ഇനി തുബുത്തുയിലേക്ക്, ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ ആരാണ്? പൂർണ്ണമായി നിനക്ക് ജീവിതത്തെ സമർപ്പിച്ചവരാണ്, മുസ്ലിമാണ്. അപ്പൊ ഈ മൂന്ന് പ്രാർത്ഥനയും പ്രഖ്യാപനവും അത് ജീവിതത്തിൽ അതിനനുസരിച്ച് പ്രവർത്തനം ഉണ്ടായാൽ, പ്രാർത്ഥനപ്പൊക്കെ പ്രവർത്തനം വേണം അല്ലെ. മഞ്ചേരിക്കോടെ ബസ് കയറിയിട്ട് കോഴിക്കോട് എത്തിക്കാൻ വേണമെന്ന് പ്രാർത്ഥിച്ചാൽ കോഴിക്കോട് എത്തൂലല്ലോ. ഇവിടുന്ന് മഞ്ചേരിക്കോടെ ബസ് കയറിക്കോട്ടെ പുറത്തു. എന്നിട്ട് ഞാൻ നല്ലോ പ്രാർത്ഥിച്ച് പഠിച്ചോണ്ട് മനസ്സറിഞ്ഞ് പഠിച്ചോണ്ട് എന്നെ കോഴിക്കോട് എത്തിക്കണം. എന്തായാലും എത്തൂല. മഞ്ചേരിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോരാതെ പറഞ്ഞ ആബിദ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുള്ളൂ, കോഴിക്കോടേക്ക് എത്തൂല. മനസ്സിലായില്ലേ? അപ്പൊ അവിടെയാണ് പ്രാർത്ഥനയും പ്രവർത്തനവും എന്ത് ചെയ്യണം, ചേർന്ന് വരണം. അപ്പൊ നോക്ക് നിങ്ങൾ, അല്ലഹും യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നവരായേക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ നമ്മളുടെ തലമുറയെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടോ? കുറച്ചോലെ എന്റെ തലമുറ, ഞങ്ങൾക്ക് 10 സെന്റ് സ്ഥലമൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. വീടൊക്കെയുള്ള സംവിധാനമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഒരു ഈ വീട്ടിൽ താമസിക്കുമ്പോൾ, ഞാൻ കൊടുത്ത ആ സ്ഥലത്ത് ഒരു താമസിക്കുമ്പോൾ അവർ നിന്നോട് നന്ദി കാണിക്കുന്നവരാവണം. അവിടെയാണ് വാപ്പാക്കും എനിക്കും കിട്ടിയുള്ള നന്ദി കാണിക്കാൻ എനിക്ക് പ്രേരണ നൽകണം വേണ്ടി. ഔസനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദി, എന്റെ മാതാപിതാക്കൾക്കും എനിക്കും കിട്ടിയുള്ള നന്ദി ഞാൻ കാണിക്കണം. ഉണ്ടാവലുണ്ടോ എന്ന് നമ്മൾ അറിയിക്കുക. അപ്പൊ ഇബ്രാഹിം നബിയുടെ ആ മാതൃക. ഇനി അടുത്ത പ്രാർത്ഥന, റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിനു വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ സൃഷ്ടാവേ, ഇന്നക തഅലമു, തീർച്ചയായിട്ടും നിനക്കറിയാം, മാ നുഖ്ഫി, ഞങ്ങൾ മറച്ചു വെക്കുന്നത്. ഖഫിയ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. മാ നുഖ്ഫി, ഞങ്ങൾ മറച്ചു വെക്കുന്നത് നിനക്കറിയാം. വമാ നുഅ്ലിനു, ഞങ്ങൾ പരസ്യമാക്കുന്നതും എന്ത് ചെയ്യാം, നിനക്കറിയാം. അപ്പൊ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ആ മഹത്വം മനസ്സിലോട്ട് ഓർമ്മിക്കുക. ആരാ? അള്ളാഹ്. ഞാൻ മറച്ചു വെക്കുന്നതും അള്ളാഹ്ക്കറിയാം, ഞാൻ പരസ്യമാക്കി വെക്കുന്നതും ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. എത്രത്തോളം? യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം അള്ളാഹ്ക്കറിയാം, മനസ്സിൽ മറച്ചു വെച്ചതും അറിയാം. മാ തസ്കുതു മിൻ വറക, അല്ലെ, ഒരു ഇല പോലും എന്ത് ചെയ്യുന്നില്ല, വീഴുന്നില്ല. ഇല്ലാ ബിഇൽമിഹി, അള്ളാഹ് അറിയാതെ. വമാ തഹ്മിലു ഉൻസാന, ഒരു സ്ത്രീ ഗർഭിണിയാവുന്നില്ല അള്ളാഹ് അറിഞ്ഞിട്ടല്ലാതെ. അപ്പൊ ഇതാണ് അള്ളാഹിന്റെ അറിവ്. അത്രയും വിശാലമായ റബ്ബെ, നിന്റെ ഞങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയും. എന്നിട്ട് എന്താ പറഞ്ഞത്? വമാ യഖ്ഫാ അലല്ലാഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ മറഞ്ഞിരിക്കുകയില്ല, അഥവാ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, അള്ളാഹു അറിയാതിരിക്കില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മിൻ ഷൈഇൻ, ഒന്നും, ഫിൽ അർള്, ഭൂമിയിൽ ഒന്നും തന്നെ അള്ളാഹ് അറിയാത്തതായിട്ട് ഉണ്ടാവുകയില്ല.
അപ്പൊ എന്താണ് അത്? അള്ളാഹുവിന്റെ മഹത്വമാണ് അല്ലേ? ഇനി അണുവാവട്ടെ, അണുവിനേക്കാൾ വലുതാവട്ടെ, ചെറുതാവട്ടെ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂറത്തു യൂനുസിന് 61-ാമത്തെ ആയത്ത് എടുത്തു നോക്കിയാൽ കാണാം. അവിടെ വമാ തഖൂലു ഫീ ഷൈഇൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദ. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, എത്രത്തോളം നിങ്ങൾ ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുക, നിങ്ങൾ ഖുർആനിൽ നിന്ന് വല്ലതും വായിക്കാൻ, നിങ്ങൾ വല്ല അമലും ചെയ്യാൻ, നാം അതിന് സാക്ഷിയാണ്. അല്ല പറയാം ഇത് തുഫീദൂന ഫീഹി വമാ യഅ്സുബു അൻ റബ്ബിക. എന്നിട്ട് ഖുർആൻ എടുത്ത് പറയാണ്, നിന്റെ രക്ഷിതാവിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർദ്. മിസ്കാല ദർറത്ത്, ഒരു അണുമണി തൂക്കം, ഒരു അണുവിന്റെ തൂക്കവും, ഫിൽ അർദ് ഭൂമിയിലാവട്ടെ, വലാ ഫിസ്സമാ ആകാശത്തിലാവട്ടെ, വല അസ്അറ മിൻ ദാലിക ഇനി അതിനേക്കാൾ ചെറുതാവട്ടെ. ഏതിനേക്കാൾ? അണുവിനേക്കാൾ. അപ്പൊ അണുവിനെ വിഭജിക്കാൻ പറ്റുന്ന ഖുർആൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ കണ്ടെത്തുന്നത് വളരെ അടുത്ത കാലത്താണ്. 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുണ്ട്, 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അണുവിനെ വിഭജിക്കാൻ പറ്റുന്നത്. അണുവിനെ ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണൊക്കെ ആക്കാൻ പറ്റുന്നുള്ള ശാസ്ത്രലോകം കണ്ടെത്തുന്നത് അടുത്ത കാലത്താണ്. പക്ഷെ ഖുർആൻ അതിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അണുവിനേക്കാൾ ചെറുതുണ്ട്. അപ്പൊ അണുവിനേക്കാൾ ചെറുതാവണമെങ്കിൽ അണുവിനെ വിഭജിക്കണം. അപ്പൊ ചെറുത് വല അക്ബർ ഇനി അതിന്റെ വലുതാവട്ടെ, ഇല്ലാ ഫി കിതാബിൻ മുബീൻ വ്യക്തമായ കിതാബിൽ ഉണ്ടായിട്ടല്ലാതെ. അപ്പൊ ആലോചിച്ചു, ഓരോന്നും ആരറിയുന്നു? അള്ളാഹു അറിയുന്നു. ആ ബോധം ജീവിതത്തെ സ്വാധീനിക്കണം. അപ്പൊ എന്തിനാ അത് ഇബ്രാഹിം അലൈഹിസ്സലാം അടുത്ത് പറഞ്ഞത്? പടച്ചോനെ, ഞങ്ങൾ രഹസ്യാക്കുന്നതും പരസ്യാക്കുന്നതും നീ അറിയുന്നുണ്ട്. നിന്നിൽ നിന്ന് ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒന്നും മറഞ്ഞിരിക്കുകയില്ല, നീ അറിയാതിരിക്കുകയില്ല. അത് എന്തിനാണ് പറഞ്ഞത്? അത് നിന്റെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ഓർക്കുകയാണ്. പടച്ചോനെ, ഈ എല്ലാം അറിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കണത്? നിന്റെ കുട്ടികളെ കൊണ്ടുപോയി ഞാൻ താമസിപ്പിച്ചത് കൃഷിയില്ലാത്ത സ്ഥലത്താണ്. പക്ഷേ ഇന്ത ബൈത്തിക്കൽ മുഹറം പ്രത്യേകം നിന്റെ പവിത്രമാക്കപ്പെട്ട വീടാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവരിലേക്ക് ജനങ്ങളുടെ ഫുആദുകളെ, ഹൃദയങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ മനസ്സിനെ അങ്ങോട്ട് ആകർഷിപ്പിക്കണം. അവർക്ക് നീ സമറാത്ത് നൽകണം, അവര് നന്ദിയുള്ളവരായേക്കാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ട് പറയാം, പടച്ചോനെ നിനക്കൊക്കെ അറിയാലോ, ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ സത്യമാണെന്ന് ആർക്കറിയാം? നിനക്കറിയാം. കാരണം ഞങ്ങൾ രഹസ്യാക്കണതും പരസ്യാക്കണതും ഒക്കെ എന്ത് ചെയ്യാം? നിനക്കറിയാം. അപ്പൊ ഞാൻ പരസ്യമായിട്ടാണ് പറയാ, എന്തിനാ ഇവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചത്? എന്തിനാ താമസിപ്പിച്ചത്? റബ്ബനാലി യുഖീമു സ്വലാത്ത. വേറെ ഒരു ലക്ഷ്യം എനിക്കില്ല റബ്ബെ. റബ്ബനാലി യുഖീമു സ്വലാത്ത് ഇന്ദ ബൈത്തിക്കൽ മുഹറം. അപ്പൊ അതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ എന്റെ ആ ലക്ഷ്യം നിനക്കറിയാലോ. അതുകൊണ്ട് ഞാൻ പറയാണ്, പടച്ചോനെ, ഞാൻ പരസ്യമായിട്ട് പറയാണ്, ഈ അവർക്ക് എന്ത് ചെയ്യണം? വിഭവങ്ങൾ നൽകണം, കായ്ക്കനികൾ നൽകണം. നീ അവരിലേക്ക് ജനഹൃദയങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? ആകർഷിപ്പിക്കണം. ഞാൻ നിന്നോട് പറയാം, കാരണം നീ ഒക്കെ അറിയുന്നതാണ്. ഈ ആകാശഭൂമികളിലുള്ള ഒന്നും നിന്നിൽ നിന്ന് എന്ത് ചെയ്യുകയില്ല, മറിഞ്ഞിരിക്കൂല. അപ്പൊ നോക്ക്, അള്ളാഹുവിന്റെ മഹത്വം എടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നത് തവസ്സുലിൽപ്പെട്ടതാണ്, അനുവദനീയമായ തവസ്സുലിൽപ്പെട്ടതാണ്. തവസ്സുല് എന്താ? തവസ്സുല് തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പം തേടുക, സാമീപ്യം തേടുക. അത് ബദരീങ്ങളെ ബർക്കത്തിനാലെ തവസ്സുലാക്കല് ഹറാമാണ്, പറ്റൂല. ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുലാക്കല് ഹറാമാണ്. അത് ശിർക്കിലേക്ക് എത്തും അല്ലെ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ. പള്ളിക്കലിരുന്ന് വെള്ളിയാഴ്ച രാവിലെ പാടുന്ന പാട്ടാണത്. എന്താ? ദാഹം മൗത്തത് കൂട്ടിടും, മരണസമയത്ത് ദാഹം കൂടുന്ന, ഇബ്ലീസ് കൂസിനെ കാട്ടിടുന്ന, അന്നേരം ഇടപെടും, ശൈത്താൻ ഇടപെടുന്ന, അവൻ വെള്ളക്കോപ്പ അങ്ങനെ കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. അപ്പൊ നേരം ലഈൻ അവൻ ആട്ടുവാൻ, ആ സമയത്ത് ശപിക്കപ്പെട്ട ലഈൻ അവനെ ആട്ടാൻ ബദരീങ്ങളെ തുണ റബ്ബന, പടച്ചോനെ ബദരീങ്ങളെ തുണ തരണട്ടോ. ശരി, അതിന്റെ ഇടയ്ക്ക് കയറ്റി ബദരീങ്ങളെ. അതെന്താണ്? അത് ഞങ്ങൾ ഇടത്തേട്ടം നടത്തിയതാണ്. എന്റെ അള്ളാഹിലേക്ക് അടുക്കാണ്. ആ ഇടത്തേട്ട ഹറാമാണ്.
ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടോ ഇത്തരത്തിലുള്ള. നേരെ മറിച്ച് അനുവദനീയമായ ഇടത്തേട്ടുണ്ട്. അത് ഒന്നിതാണ് റബ്ബിന്റെ മഹത്വം, റബ്ബിന്റെ സിഫാത്തുകൾ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കുക. ഇപ്പൊ ഇവിടെ പറഞ്ഞ സിഫാത്ത് എന്താണ്? പക്ഷേ എല്ലാം നീ അറിയും. നിന്നിൽ നിന്നും മറച്ചു വെക്കാൻ ഒന്നും മറച്ചു വെക്കാൻ സാധിക്കൂല. ആ മഹത്വം പറഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ ഇന്ന പ്രാർത്ഥനയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ എനിക്ക് ജവാബ് നൽകണം. അതേ രീതിയിൽ അർഹമുർ റഹീമായ റബ്ബേ എന്ന് പറയാറില്ലേ നമ്മൾ, അല്ലെ? ഗഫൂർ റഹീമായ റബ്ബേ എന്ന് പറയാറ്. ഇപ്പൊ അയ്യൂബ് അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന എടുത്തു നോക്ക് നിങ്ങൾ. ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. കണ്ടോ? അയ്യൂബ് സക്കരിയ അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ അത് അനുവദനീയമായ തവസ്സുലാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അവന്റെ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. മറ്റൊന്ന് അനുവദനീയമായ തവസ്സുല് നമ്മൾ ചെയ്ത നന്മ എടുത്തു പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. മൂന്നാള് ഗുഹയിൽ കുടുങ്ങിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവർ ഓരോരുത്തരും ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചു. അപ്പൊ അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയ വിധത്തിൽ ഗുഹാമുഖത്ത് നിന്നിരുന്ന കല്ലെന്ത് ചെയ്തു? മാറിപ്പോയി. അത് അനുവദനീയമായ പ്രശ്നം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു നന്മ ഉണ്ടോന്നൊന്നും ആലോചിക്കേണ്ടെങ്കിൽ കുടുങ്ങിയ നേരത്ത് ഒരു നന്മ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയ നന്മ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അങ്ങനത്തെ ഒരു നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ആലോചിച്ചു. അവിടെ കുടുങ്ങിയ നേരത്തെ എടുത്ത് പറഞ്ഞു, പഠിച്ചോനെ അന്ന് ഞാനത് ചെയ്തത് നിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ്, അതുകൊണ്ട് നീ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. മൂന്നാമത് അനുവദനീയമായ തവസ്സുൽ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളുകളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇപ്പൊ ഹജ്ജിനൊക്കെ പോണ ആളോട് നമ്മൾ പറയുന്നത്, ഞാൻ അറഫെടുക്കുമ്പോൾ എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിനൊരു പരിഹാരം ഉണ്ടാവാം, അതിൽ നിന്നൊരു ശിഫ നൽകാൻ അല്ലെ, നീ റബ്ബിനോടൊന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം എന്ന് പറയാറ്. അത് അനുവദനീയമായ തവസ്സുലാണ്. അപ്പൊ ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുന്നത് ഒരു തവസ്സുലാണ്. എന്താ തവസ്സുല്? അള്ളാഹുവിന്റെ മഹത്വങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാണ്. പഠിച്ചോനെ, നീ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്, നിന്നിൽ നിന്നൊരു കാര്യം മറച്ചു വെക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നീ എനിക്ക് തരണം. കാരണം ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോയി താമസിച്ചത് നിന്റെ വീടിന്റെ അടുക്കല, അവിടെ ഒന്നുമില്ല, ഒരു കൃഷിയില്ല അവിടെ. പക്ഷെ നീ അവർക്ക് സമറാത്ത് നൽകണം, ജനങ്ങളെ, അവരുടെ മനസ്സുകളെ അങ്ങോട്ട് ആകർഷിപ്പിക്കണം. ആലോചിച്ചു കിട്ടൂലേ? നമ്മുടെ നാട്ടിലുള്ള സാധനം നമ്മക്ക് കിട്ടുന്നതിനെക്കാട്ടിലും നല്ലത് അവിടെ കിട്ടും, അല്ലെ? ഇവിടെ ചക്ക ഉണ്ടാടിയതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ ചക്ക എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ എത്തിയിട്ടുണ്ടാവും. ഞാൻ ആദ്യം ഉണ്ടായ ചക്കക്കാട് കയറ്റിയിട്ടുണ്ടാവും. ഇവിടെ കിട്ടുന്ന പഴം അതിനേക്കാൾ ഉഷാറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ കിട്ടിയിട്ടുണ്ടാവും. എന്തേ? മറ്റൊന്നല്ല, ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന നിലനിൽക്കുന്നു എന്നതാണ്. ആ പ്രാർത്ഥനയുടെ ഫലം ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ നോക്ക് നിങ്ങൾ, ഒരു പ്രാർത്ഥനയുടെ ഫലം അതിന് കാലാവധി ഒന്നുമില്ല. ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം ചെയ്യും അടുത്ത തലമുറക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അനുവദനീയമായ തവസ്സുലുണ്ട്. നമ്മൾ കുടുങ്ങിയ നേരത്ത് നമ്മൾ ചെയ്ത പടച്ചവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ചെയ്ത പ്രവർത്തനം എടുത്ത് പറഞ്ഞിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ സിഫാത്തുകൾ എടുത്ത് പറഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. അപ്പൊ ഇതൊക്കെ അനുവദനീയമാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയിട്ടുള്ള പ്രാർത്ഥന ഇനി എടുത്തു നോക്കൂ. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാക ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതി. അല്ലദീ വഹബലി, എനിക്കു ദാനമായി നൽകിയ അല്ലാഹു. വഹബ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹബ ദാനമായി നൽകി, ഓശാരമായി നൽകി. വഹബലി എപ്പോഴും അലൽ കിബരി, പ്രായമായ സമയത്ത്. ഇസ്മായിലിനെ നൽകിയ അള്ളാഹ്ക്ക് സർവസ്തുതി. അപ്പൊ അള്ളാഹിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹ്ക്ക് സർവസ്തുതി. അപ്പൊ കിട്ടിയ അനുഗ്രഹത്തിന് എന്ത് ചെയ്യണം? അനുഗ്രഹം. അപ്പം അള്ളാഹിന്റെ മഹത്വം എടുത്ത് പറഞ്ഞു. പിന്നെ ഇബ്രാഹിം നബിയുടെ ശൈലി വേറെ. അടുത്തെന്താണ്? അന്ന് പഠിച്ചോനെങ്കിൽ ഞാൻ ചോദിച്ച ഒരുപാട് കാര്യം തന്നിട്ടുണ്ട് കേട്ടോ. അന്ന് എനിക്ക് അസുഖമായിപ്പോ അത് ഭേദാകൂല എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചപ്പോ നീ എനിക്ക് ശിഫ നൽകിയിട്ടുണ്ട്. ഒരു ഉദാഹരണം. അതുപോലെ ഞാൻ കുടുങ്ങിയ നേരത്ത് ഞാൻ അറിയാത്ത വിധത്തിൽ എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്.
അപ്പൊ റബ്ബേ നീ എന്നെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ള നൽകിയ ഒരു അനുഗ്രഹത്ത് പറയാം, പടച്ചോനെ പ്രായമായ സമയത്ത് നീ എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും ദാനമായി നൽകിയിട്ടുണ്ട്. എന്തിനാ? പടച്ചോൻ ചെയ്തെന്ന അനുഗ്രഹം എടുത്ത് പറഞ്ഞിട്ട് റബ്ബിനോട് എന്ത് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ചോദിച്ചത് നീ എനിക്ക് നൽകണം, മുമ്പും എന്ത് ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പൊ മാത്രമല്ല, മൂസാ അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ചത് എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജ്അൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാർത്ഥന ഒറ്റയടിക്ക്. അപ്പൊ എന്തായാലും അള്ളാഹ് കൊടുത്ത മറുപടി എന്താ? കത് ഊത്തീത സുഉലക യാ മൂസ, മൂസ നീ ചോദിച്ചതൊക്കെ ഞാൻ തന്നിട്ടോ. ഒറ്റയടിക്ക് എന്തൊക്കെയാണോ ചോദിച്ചത് അതൊക്കെ ഞാൻ തന്നു. പോരാ, എന്നിട്ട് അള്ളാഹ് അവിടെ ഓർമ്മിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. വലക്കത് മനന്ന അലൈക്ക മർറത്തൻ ഉഖറ, ഇപ്പൊ മാത്രല്ല മുമ്പ് ഞാൻ അനക്കെന്ത് ചെയ്തിട്ടുണ്ട്, അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അനക്ക് എന്താ വേണ്ട? അത്രല്ല, അത് ഞാൻ തരാം. മുമ്പും തന്നിട്ടോ, അവർക്ക് ഓർമ്മ വേണം കേട്ടോ, മനസ്സിലായില്ലേ? നമ്മള് ഇപ്പൊ അനക്ക് എന്താ വേണ്ട, തരാം, കുഴപ്പമില്ല, ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷെ മുമ്പ് ഞാൻ എന്നെ സഹായിച്ചിന് കേട്ടോ. അത് കൂടി എനിക്ക് ഓർമ്മ വേണേ, ഞാനാണ് ഈ വാർഡിൽ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് അങ്ങനെയാണല്ലോ പറയുന്നത്, മുമ്പ് ഞാൻ സഹായിച്ചത് ഇപ്പൊ മാത്രല്ല, അപ്പൊ ഇതിന്റെ കാര്യം ഓർക്കണം. അപ്പൊ അള്ളാഹ് പറഞ്ഞതോ ഈ ചോദിച്ചതൊക്കെ തന്നു. പോരാ, എന്റെ അനുഗ്രഹം വലക്കതും മനന്ന അലൈക്ക മറത്തൻ ഉഖറ, മുമ്പ് ഞാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. മൂസാ എനിക്ക് ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മ ഉണ്ടോ? ഇത് ഔഹൈന ഇലാ ഉമ്മിക്കമാ യുഹാ, എടാ എന്നെ പ്രസവിച്ച സമയത്തെ എന്റെ ഉമ്മാക്ക് ഞാൻ കൊടുത്ത നിർദ്ദേശമുണ്ട്, എനിക്ക് ഇങ്ങോട്ട് അത് പറഞ്ഞിട്ട് ആ അനുഗ്രഹങ്ങളൊക്കെ എടുത്ത് പറയാം. ഉമ്മ ആകെ ബേജാറായി നിൽക്കുമ്പോ ഉമ്മനോട് പറഞ്ഞു, ഞാൻ പെട്ടിയിലാക്കിക്കോ, പെട്ടിയിലാക്കിയാളാ. എന്നിട്ട് എന്ത് ചെയ്യാ? പെട്ടിണ്ടാക്കി നദിയിലൊഴുക്കിയാണ് എന്റെ മകനെ. ആ നദി അത് കരയിലേക്ക് തള്ളിക്കൊള്ളുന്നൊക്കെ പറഞ്ഞു. പോരാ, ഇത് തംശി ഉസ്തുക്ക, എനിക്ക് ഓർമ്മ ഉണ്ടോ എന്റെ താത്ത ഇങ്ങനെ നടന്നു പോയ സന്ദർഭം? എന്നിട്ട് അവിടെ പോയി കണ്ട് ചോദിച്ച ചോദ്യം അല്ല അതുലുക്കാല അല്ല അതുലുക്കാല അല്ല അതുലുക്കാല പറയണം. ഇത് ഇമ്രാത്തിന്നല്ല, ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ, ഇവനെ ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരാളെ കുറിച്ച് എന്നാണ്. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ഇപ്പോൾ മാത്രല്ല, അപ്പൊ നമ്മള് പറയട്ടെ, അപ്പൊ നമ്മളോട് ഇപ്പൊ പറയില്ലല്ലോ അമ്മ എനിക്ക് ഞാൻ മുമ്പ് തന്നിട്ടുണ്ടെന്നില്ലേ. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ അങ്ങോട്ട് എടുത്ത് പറയണം. ഇബ്രാഹിം നബിയുടെ വില്ലത്ത് പടച്ചോനെ നിനക്കാട്ടോ സർവസ്തുതിയും. ചോദിക്കാനുള്ളവർക്ക് ഇങ്ങനെ ചോദിച്ചു. അത് നിങ്ങൾ 35-ാമത്തെ ആയത്ത് മുതൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിങ്ങനെ വന്നിട്ട് ചോദിച്ചു തീർന്നിട്ട് പറയാം, പടച്ചോനെ എപ്പോഴും മാത്രമല്ല കേട്ടോ, ഈ മുമ്പ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ റബ്ബേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കാരണം നീ എനിക്ക് പ്രായമായപ്പോൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ പൂതിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് ഇസ്മായിലിനും തന്നിട്ടുണ്ട്, ഇസ്ഹാക്കിനും തന്നിട്ടുണ്ട്. ഇന്ന റബ്ബി, എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെ കേട്ടോ. അപ്പൊ സമീഉ ദുആ എന്നുള്ളത് ആരുടെ വിശേഷണാണ്? അള്ളാന്റെ വിശേഷണാണ്. എന്തായാലും എവിടുന്ന് വിളിച്ചാലും എപ്പം വിളിച്ചാലും ആരുടെ പ്രാർത്ഥനയും അകലമെന്നോ അടുത്തെന്നോ വ്യത്യാസമില്ലാതെ ഭാഷകൾക്കതീതമായി, നാടുകൾക്കതീതമായി, കടലിലെന്നോ കരയിലെന്നോ വ്യത്യാസമില്ലാതെ ഈ പ്രാർത്ഥന കേൾക്കുന്നവനാണ് ആര്? എന്റെ റബ്ബ്. കടലിന്റെ അടിത്തട്ടുന്ന് മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിന്ന് ചോദിച്ചതാര് കേട്ടിട്ടുണ്ട്? അല്ല കേട്ടിട്ടുണ്ട്. ഇല്ലേ നമുക്കിങ്ങനെ ചോദിച്ചത് കിട്ടാതെ വരുമ്പോ നമുക്കിങ്ങനെ എന്താ ഇപ്പൊ പഠിച്ചത് കേൾക്കണില്ലേ? എത്ര കാലായി ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. 5 വക്തിലും സുബൈക്കും ഞാൻ ചോദിക്കേണ്ടതാ ഞങ്ങൾ പറയുന്നത്. 5 വക്തിന് പുറമെ സുബൈക്കും ചോദിക്കുന്നുണ്ട്. ഇങ്ങോട്ടും അത് ഒരു അപ്പൊ അന്ന് കേൾക്കും, കേൾക്കാതിരിക്കൂല. പക്ഷെ ജവാബ് നൽകണമെങ്കിൽ നമ്മൾക്ക് ഹൈറായ സമയത്ത് അല്ല എന്ത് ചെയ്യുള്ളൂ? ജവാബ് നൽകുള്ളൂ. അപ്പൊ ഹൈറായിട്ടുണ്ടാവും. അപ്പൊ അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതിന് ജവാബ് നൽകാൻ പടച്ചോൻ എന്തുണ്ട്?
പടച്ചവന് അതാണ് മാലിക്കുൽ മുൽക്ക്, സർവാധിപതിയാണ് അവൻ. ആ സർവാധിപതി നീയാണല്ലോ സമീഉ ദുആ. ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ നാട്ടുകാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സൂറത്ത് ഷുആറയിലാണ് എന്റെ ഓർമ്മ. ഹൽ യസ്മഊനകും ഇദ് തദ്ഉൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓല് അത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഹൽ യസ്മഊനകും ഇദ് തദ്ഉൻ, കൂട്ടരങ്ങൾ പ്രാർത്ഥിക്കണവർ കേൾക്കുന്നുണ്ടോ? ഇത് മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അള്ളാന്റെ പ്രത്യേകത സമീഉ ദുആ. ഇനി ഭാഷ ഇല്ലാത്തവന് മനസ്സിൽ പറയുന്നതും ആരും കേൾക്കും. ഭാഷ ഇല്ലാത്തവൻ എങ്ങനെ പറയാം? പൊട്ടനെങ്ങനെ പറയാം? ആ പൊട്ടൻ പറയുന്നതും ആരറിയും? അള്ള അറിയും. സംസാരശേഷി ഇല്ലാത്തവൻ പറയുന്നത് അതും അള്ള അറിയും. ആ മനസ്സെന്നുള്ള വിളി ഉണ്ടല്ലോ, അതുപോലും അള്ള അറിയും. ഇന്നക്കല സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവനാണ് നീ. പോരാ, അടുത്ത പ്രാർത്ഥന. അപ്പൊ നോക്ക്, കുറച്ച് പ്രാർത്ഥനകൾ നടത്തി, എന്നിട്ട് അള്ള കൊടുത്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞു, അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞു. അപ്പൊ ഒരു വിശ്വാസിയുടെ രീതി അതാ. ഇനി വീണ്ടും അടുത്ത പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, പടച്ചോനെ നമസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നവരാക്കി തീർക്കണമേ എന്നെ. നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് പ്രാർത്ഥിക്കണ ആരാ പ്രാർത്ഥിക്കണേ? ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാണ്. ഇബ്രാഹിമിനെ അള്ളാഹ് സ്നേഹിതനായി തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഇബ്രാഹിം നബിയെ പ്രാർത്ഥിക്കണ, പടച്ചോനെ നമസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നവനാക്കി തീർക്കണമേ നീ എന്നെ. അപ്പൊ ഇടക്കൊക്കെ തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ട്. പടച്ചോനെ അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തല്ലേ. നമ്മളൊക്കെ ചിന്ത എന്തായാലും നമ്മൾക്കാരൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പൊ എന്തൊക്കെയാ. എന്നൊരു കല്യാണം അന്വേഷിക്കാൻ പോയി. അപ്പോ കല്യാണം അന്വേഷിക്കാൻ പോയി, ഇങ്ങനെ ചെക്കനൊക്കെ കണ്ടു നിൽക്കുക. അതൊരു അഫയറാണ്. അപ്പൊ അത് പെൺകുട്ടിന്റെ കുടുംബത്തിന് താല്പര്യമില്ല. അപ്പൊ അത് എന്തായാലും കുടുംബത്തിന് താല്പര്യമില്ല. പക്ഷെ എന്തായാലും അത് നടത്തണം തന്നെയാണ് ഓള് വാശി പിടിക്കുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ എന്റെ ഹാര്യം നേരം? അപ്പൊ നേർക്ക് നേരം വരെ കണ്ട് സംസാരിച്ച് നിസ്കാരമൊക്കെ ഉണ്ട്, എപ്പോഴെങ്കിലൊക്കെ ഉണ്ട്. പിന്നെ വളരെ മാന്യനാണ്, ഓര് വളരെ ക്ലിയർ ആയിട്ട് ഒക്കെ പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ അടുത്ത് വേറെ ഒരു സിസർ പോലും ഞാൻ എന്ത് ചെയ്യാറില്ല, വരിക്കാറില്ല. നിസ്കാരമൊക്കെ കുറച്ച് കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ പിന്നെ ഇവര് മുജാഹിദാണ്, ഒരു മുജാഹിദ് പള്ളിന്റെ മുറ്റത്തിട്ടാണ് സംസാരം. അല്ല, ഇത് അഥവാ ഈ കല്യാണം നടക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പള്ളിയിലൊക്കെ പോകേണ്ടി വരും. ഒരു മുജാഹിദാണ്. അപ്പൊ എനിക്ക് ഈ പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ വരാൻ പറ്റുമോ? അപ്പൊ ഒരു സമയം 8 മണിയായിട്ടുണ്ടാവും. രാവിലെ ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 7:30 ആയിട്ടുണ്ടാവും. ഞാൻ അന്ന് രാവിലെ തന്നെ പോയി പണിക്കോടാണ് സംസാരിച്ചത്. ഇതിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ പള്ളിക്കോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്ന് സുബഹികരിച്ചു ചോദിച്ചു. ഇല്ല, നിസ്കരിച്ചിട്ടില്ല. അപ്പം തന്നെ കയറി നിസ്കരിച്ച് കണ്ട് ഇന്നാണ് തുടങ്ങിക്കാളാം. അപ്പൊ തുടങ്ങി. അപ്പോഴല്ലേ ഇത് ഒരു ദീന് വേണ്ടേ? കാരണം പൈസ ഇല്ലാതാവും. എൻ്റെ പിന്നെ അവസ്ഥ തന്നെ അറിയാം. ഓരോ വാപ്പല്ല, ഉപേക്ഷിച്ച് പോയതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, പിന്നെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ ഒരുപാട് മൈനസുകളുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ അപ്പോൾ സംശയിച്ച് കണ്ട ഈ നിസ്കാരം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സുബൈ, എൻ്റെ കൂടെ വേറെ 3-4 ആളും കൂടി ഉണ്ടാകുന്ന നാട്ടുകാർ, ഇപ്പം തന്നെ സുബൈ സ്കെച്ച് കാണ്ട് തുടങ്ങിയേക്ക്, പിന്നെ അതെല്ലാം നന്നാവുക. അപ്പോൾ ഓനെ ഇങ്ങനെ ഒരു മടി, അതൊരു മോശമല്ല. അല്ല, ഇതിപ്പോ ഈ അറിയുന്ന സുഹൃത്തുക്കളാണ്. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞതിൽ എനിക്ക് എന്തെന്ന് വേണ്ട, ഒരു അഭിമാനശതൊന്നും വേണ്ട. എൻ്റെ ഈ നിൽക്കുന്ന എൻ്റെ കൂടെ പെയിന്റിങ്ങിന് പോരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ എൻ്റെ കഥ അറിയാം. ഊരിങ്ങോട്ട് എൻ്റെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞെങ്കിൽ മോനി ചെല്ല്, ഇങ്ങോട്ട് നിസ്കരിക്ക്, ഇങ്ങോട്ട് ബാക്കി കാര്യം നമുക്ക് സംസാരിക്കാൻ തന്നെ. അപ്പൊ മനമില്ല മനസ്സോട് കൂടി എന്ത് ചെയ്തു, പോയി കണ്ട് സ്കെച്ച് ചെയ്യാണ്ട് വന്നു. അപ്പൊ ഈ നമസ്കാരം എന്നുള്ളത് അപ്പൊ ഇത് ഓൽക്ക് മസ്റ്റാണ്. വിവാഹം നടക്കില്ല എന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല. ഞാൻ റിപ്പോർട്ട് കൊടുക്കും, ബാക്കി ഓലാണ് തീരുമാനിക്കുക. പക്ഷെ ഈ എൻ്റെ അടുത്ത് കാശില്ലെങ്കിലും വേറില്ലെങ്കിലും ഒക്കെ എനിക്ക് ദീനുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചിക്കാനുള്ള അവസരം ആര് തരും? പടച്ചോൻ തരും. മാത്രമല്ല, ഈ കുട്ടീനെ തന്നെ കല്യാണം കഴിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. അതിനും പടച്ചോന്റെ
തൗഫീക്ക് വേണം. അപ്പം പടച്ചോനേറ്റ് അടുപ്പം തന്നാൽ നമസ്കാരമാണ് ഏറ്റവും വലിയ അടുപ്പം. സുജൂദാണ്. സുജൂദൊക്കെ കണ്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ അവന്റെ സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു. നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് ഈ റിപ്പോർട്ടിങ് ഞാൻ ഇവിടെ വന്നിട്ട് കൊടുത്തിട്ടുണ്ടോ. ഇവിടെ ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ഏകദേശം 2 മണിക്കൂറിലധികം ആ കുട്ടിനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ദീനും ദുനിയാവും ഇവിടുത്തെ 10% പോലും അവിടെ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഒത്തുപോവുക? ദീനും ദുനിയാവും ഇവിടെ ഭയങ്കര സമ്പന്നരാണ്. അപ്പൊ ദീനും ദുനിയാവും ഇവിടുത്തെ 10% പോലും ഇല്ല. അതിന്റെ കുടുംബം ഇതിന് സമ്മതിക്കൂല. ഇപ്പൊ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഓന്റെ അടുത്ത് സമാധാനം കിട്ടുന്നു. അപ്പൊ അതും കൂടി നമ്മള് പഠിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവിടെ വാപ്പിയും തമ്മിൽ അത്ര സുഖത്തിലൊക്കെ പിടിക്കും. അപ്പൊ ഇതൊന്നും വാപ്പ നമ്മളോട് പറഞ്ഞില്ല. നമ്മളിങ്ങനെ ഗണി കൊട്ടിടുന്നേ പറഞ്ഞു. വാപ്പിക്കല്ല സുഖത്തിലല്ല എന്നതാണ് പറഞ്ഞത്. അപ്പൊ അതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതാണ് അവളെ ഇതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു വിഷയം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആർക്കും ഇവിടെ സുഖം എല്ലാവർക്കും കൊണ്ടാക്കി ഇങ്ങനെ പോകുന്നത് പറഞ്ഞപ്പോ ഏതായാലും അല്ല ഞാനത് തീരുമാനിച്ചത് 20 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്. ഞാനത് തീരുമാനിച്ചത്. അപ്പൊ മോളെ സമാധാനം വേണ്ടേ? ഇവിടെ സമാധാനം ഉണ്ടാവുമോ? അവിടെ സമാധാനം ഉണ്ടാവുമോ? അപ്പൊ എന്ത് പറഞ്ഞാലും ഞാനത് തീരുമാനിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അവസാനം ഒരു കൗൺസിലിങ്ങിന് പോയിക്കൂടെ നമുക്ക് ചോദിച്ചു. അന്ന് അങ്ങനെ പോകാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു തന്നത് ഈ നമസ്കാരം നിലനിർത്തുക എന്നത് എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ എന്ന്. അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ സാധാരണ കല്യാണം അന്വേഷിക്കുമ്പോൾ പറയാറുള്ളത് നിസ്കാരം ഒരു പത്രം പഴയൊന്നും വേണ്ട. ഈ പിന്നെ പൊടിയും വെള്ളമൊന്നും ഇല്ലാതായാൽ തന്നെ വലിയ കിട്ടലാണ്. നമ്മളെ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള എന്നാൽ തന്നെ വലിയ കിട്ടലാണ്. ഇപ്പോൾ പൊടിയും വെള്ളം ഇല്ലാതായാൽ തന്നെ നിസ്കാരം കാര്യം നോക്കൊന്നും പത്രം ചെയ്യണ്ട പറയണ്ടെന്നാ പറയുന്നത്. അപ്പോ നമ്മളുടെ കാഴ്ചപ്പാട് എവിടെ എത്തി എന്നുള്ളതാണ്. അപ്പൊ പക്ഷെ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, പക്ഷേ എന്നെ നമസ്കാരം നിലനിർത്തുന്നതാണ്. എന്റെ മാത്രമല്ല എന്റെ സന്താനങ്ങൾ വാപ്പ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണിത്. പഠിച്ചോനെ എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാണ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇബ്രാഹിമിന്റെ നോക്ക്, ഇനി എന്റെ മക്കളിൽ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. വല്ലാത്തൊരു പ്രാർത്ഥനയല്ലേ? അപ്പൊ അത് കൃത്യമായി കൃത്യനിഷ്ഠയോട് കൂടി ആ നമസ്കാരം നിലനിർത്തിയാൽ ആ നമസ്കാരം അവന്റെ ജീവിതത്തെ സ്വാധീനിക്കും. അവിടെയാണ് ആ നമസ്കാരത്തെ കുറിച്ച് നോക്കുക. നിങ്ങൾ എത്ര ഇബ്രാഹിം അലൈഹി സ്വലാം എടുത്തു പറഞ്ഞത്? ഒന്ന് നിന്റെ വീടിന്റെ അടുക്കൽ താമസിപ്പിച്ചെന്തില്ല അവര് നമസ്കാരം നിലനിർത്താൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാണ് വീണ്ടും അടക്കം കൊണ്ടുപോയി ഞാൻ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്നെയും എന്റെ ദ്വിതീയത്തിനെയും നീ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ. എന്നിട്ടോ അപ്പനാ ഞങ്ങളുടെ സൃഷ്ടാവേ നീ പ്രാർത്ഥന എന്ത് ചെയ്യേണ്ടതുണ്ട്? സ്വീകരിക്കണമേ. നീ സ്വീകരിക്കണം. എന്റെ പ്രാർത്ഥന നീ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. നമുക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അമല് ചെയ്താൽ മാത്രം പോരാ. എന്ത് വേണം? ആ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി കൂടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഞാൻ പഠിച്ചവനോട് പറഞ്ഞത് പഠിച്ചവനോട് പറഞ്ഞാൽ പോരാ. പറഞ്ഞ കാര്യം പഠിച്ചവനെ നീ സ്വീകരിക്കണം, നീ കബൂലാക്കണം, കൂടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അമല് ചെയ്താൽ പോരാ. ആ അമല് അള്ളാഹ് തൃപ്തിപ്പെടുന്ന അമല് അള്ളാഹ് കബൂലാക്കണം. എന്നാലേ ചില്ലറ പ്രതിഫലം കിട്ടുള്ളൂ. അപ്പൊ നോക്ക് നിങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ തഖബ്ബൽ മിന്ന എന്ന് നമ്മൾ പറയാറുണ്ട്. തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. അപ്പൊ നമ്മളുടെ ദുആ സ്വീകരിക്കണം, നമ്മളുടെ അമല് സ്വീകരിക്കണം. അപ്പൊ അതിന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പൊ ഇനിയും ബാക്കിയുള്ളത് പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാർത്ഥനക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടലുണ്ടോ? നമ്മളെ കാര്യം
നമ്മളെ കുടുംബത്തിന്റെ കാര്യം, നാടിന്റെ കാര്യം, നാട്ടാരുടെ കാര്യം ഒക്കെ പ്രാർത്ഥിക്കാൻ, അടുത്ത തലമുറയുടെ കാര്യം ഒക്കെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കിട്ടലുണ്ടോ? ഇന്നിപ്പോ എത്ര സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും എപ്പോഴും? ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചവനോട് നേർക്ക് നേരം പല കാര്യങ്ങളും പറയാൻ വേണ്ടി നമ്മൾ സമയം ഉപയോഗപ്പെടുത്തി. പ്രാർത്ഥന ആയത്തെന്താണ്? പുൽമായി അടോപിക്കും റബ്ബി. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കില്ല. ഓരോ കാര്യവും എടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഓരോ കാര്യവും എടുത്ത് പറഞ്ഞിട്ട്. അവ എന്തിനാണ് താമസിപ്പിച്ചത്? ഒരു നമസ്കാരം നിലനിർത്തുന്നതാണ്. അവിടെ കൃഷിയൊന്നും ഇല്ലല്ലോ റബ്ബെ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഒരു കൃഷി വിഭവങ്ങൾ നൽകണം. മാത്രമല്ല ജനതാമസല്ലേ അവിടെ, നാട്ടുകാരെന്ത് ചെയ്യണം? ഓരോ ഹൃദയങ്ങൾ അങ്ങോട്ട് ആകർഷിക്കണം. അതൊന്ന് നിസാരമെന്ന് നമ്മളെന്ത് ചെയ്യണേ? ഇവിടെ ഇപ്പൊ പീടി കാര്യങ്ങളും പണിയെന്നാലും പീടിയ അപ്പത്തിന് ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരുന്നതല്ലേ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് പഠിച്ചോനെ ജനഹൃദയങ്ങളെ നീ ഇങ്ങോട്ട് ആകർഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മള് ഇത് ചോദിച്ചൂടെ പഠിച്ചവരോട്? വേണ്ട, ഞാന് ഭൗതികമായിട്ട് കച്ചവടം തുടങ്ങുകയാണ്. ഇത് പഠിച്ചവരോട് പറഞ്ഞൂടെ? പഠിച്ചോനെ എന്റെ കച്ചവടം, ഒരുപാട് കച്ചവടങ്ങളുണ്ട്, ഞാൻ സത്യസന്ധമായിട്ട് ആരും വഞ്ചിക്കാതെ ചതിക്കാതെ കൊള്ളലാപ്പെടുക്കാതെ ഞാൻ മുന്നോട്ട് പോകുന്നു. പഠിച്ചോനെ ജനഹൃദയങ്ങളെ എന്റെ ഈ സ്ഥാപനത്തിലേക്ക് നീ ആകർഷിക്കണമെന്ന് പ്രാർത്ഥിക്കരുത്. അത് മറ്റേ സീനിയർക്ക് ഉദ്ഘാടനം ചെയ്ത് തങ്ങളുടെ വന്ന് അല്ലെങ്കിൽ വേറെ ആരെയും വന്ന് പോയി എന്നല്ലാതെ ആലോചിച്ചോട്ട് പ്രാർത്ഥിക്കേണ്ടതല്ലേ? വേണമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ചോദിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവാണ്. നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന പോയി. പക്ഷെ അതിനൊക്കെ നമുക്ക് നേരം കിട്ടലുണ്ടോ? അല്ല ഒത്തിരി ധരിച്ചുകാണ്ട് പോക്കറ്റിലിട്ടുകാണ്ട് നമ്മൾ ഇറങ്ങി പോകുക എന്നുള്ളതാണ്. അപ്പൊ പ്രാർത്ഥനയിൽ ഊന്നിയ ഒരു ജീവിതമാണ് പടച്ചവൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അടിമയാണ് നമ്മൾ, ഉടമയാണ് നമ്മൾ. ആ യജമാനായ ഉടമയായ അറമുറായുമായ റബ്ബ് അടിമയുടെ വിനയം, ആ വിനയത്തിൻ്റെതാണിത് പ്രാർത്ഥന. പിന്നെ ഒരു ദിവസം പിന്നെ സീപ്പിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മമ്മൂസാഹിബും സീപ്പും കൂടി പിന്നെ ഒരിക്കൽ ഇവിടെ ആലപ്പുഴ മറ്റേ പോയപ്പോഴാണ് ഒരു റൂമിൽ താമസിച്ചു. അതിനെ സീപ്പി 3 മണിയായപ്പോൾ നീച്ചിട്ട് നിസ്കാരം തുടങ്ങി. അതിനെ സുജൂദിൽ കണ്ടിട്ട് സീപ്പി നീക്കണില്ല. അത് മമ്മൂസാഹിബ് വേച്ചാറായി. കാരണം ഈ സുജൂദിൽ കണ്ടിട്ട് നീക്കാൻ എന്ത് സംഭവിച്ചു ഇങ്ങനെ മമ്മൂസാഹിബ് വേച്ചാറായി. മമ്മൂസാഹിബ് ഇങ്ങനെ പാടിയില്ല, നോക്കിയറിയും. അപ്പൊ അത്രയും ദീർഘനേരം സുജൂദിൽ കണ്ടിട്ട് അത് നിങ്ങളെത്ര സമയം ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് സുജൂദിൽ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു പഠിച്ചവരോട് ആലോചിച്ചു. ആലപ്പുഴ ആ മമ്മൂസാഹിബ് വേച്ചാറായി പോയി. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കട്ടെ. അപ്പൊ അവിടെയാണ് നമ്മളെത്ര ചോദിക്കല്. നമ്മളെന്ന് പറയുമ്പോൾ ഞാനടക്കാട്ടോ, ഞാനടക്കമുള്ളവര് നമുക്ക് ഇതിന് സമയം കിട്ടാറുണ്ട്. അപ്പൊ നമ്മളുടെ പ്രാർത്ഥന നമ്മളെ പരിഗണിക്കാൻ അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും, കുടുംബം വല്ലാതെ പ്രാർത്ഥിക്കും. ആ കുടുക്കാട് തീർന്നാലോ പിന്നെ നേരത്തെ പറഞ്ഞൊക്കെ എന്ത് ചെയ്യും? പ്രാർത്ഥന ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. നിരന്തരം പ്രാർത്ഥിക്കണം. കിട്ടിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയണം. ഇപ്പോൾ മാത്രമല്ല, മുമ്പ് നീ എനിക്ക് തന്നിട്ടുണ്ട് റബ്ബേ, നിന്നോട് പ്രാർത്ഥിച്ചതിൽ ഞാൻ ഒരിക്കലും നിരാശനായിട്ടില്ല എന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. അതാ കാരണം സക്കരിയ അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയാണ്. ഞാൻ ഒരിക്കലും ശക്തിയായിട്ടില്ല നിന്നോട് പ്രാർത്ഥിച്ചതിൽ. ഞാൻ ചോദിച്ചതൊക്കെ ഈ തന്നിട്ട് പഠിച്ചത് അത് ചോദിക്കുന്നത് അമ്മ ചെയ്തെന്ന അനുഗ്രഹങ്ങൾ. അപ്പൊ ആ രീതിയിൽ പ്രാർത്ഥനാ നിർഭരമായിരിക്കണം നമ്മളുടെ ജീവിതം. അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നതാ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമെന്നതാ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ, മക്കൾ, ഇണകള്, ബന്ധുക്കള്, ഗുരുനാഥന്മാര്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും അവരുടെ രോഗങ്ങളെ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമെന്നാണ്. മരണപ്പെട്ടു പോയവർക്ക് മഹ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമെന്നാണ്. പഠിച്ചവരെ ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ള
വിവിധ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നീ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പൂർത്തിയാക്കുവാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. ഫാഷിസ്റ്റുകളുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവരുടെ ഫിത്തനകളിൽ നിന്ന്, അവരുടെ ശറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും രാജ്യത്തെയും രാജ്യക്കാരെയും നീ കാത്തുരക്ഷിക്കണമെന്നാണ്. സയനിസ്റ്റുകളുടെ എല്ലാവിധ ഉരുവിൽ നിന്നും ലോകത്തെ നീ കാത്തുരക്ഷിക്കണമെന്നാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അടുത്ത ബുധനാഴ്ച ക്ലാസ് ഉണ്ടാവില്ല.